കുന്നത്തൂർ തൊളിക്കലേലായിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട തോട് ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കി. വർഷങ്ങളായി നീരൊഴുക്ക് തടസ്സപ്പെട്ട തോടാണ് വൃത്തിയാക്കിയത്. മുതുവിലാക്കാട് തുരുത്തിക്കര പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഞങ്ങൾ 3-4 കർഷകർ കൂട്ടായെടുത്ത ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ തുടങ്ങിയ തോട് തെളിക്കൽ അതിഗംഭീരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. അതിന് പഞ്ചായത്തിൻ്റെ കാസർഗോഡ് പഞ്ചായത്തിന് 10,000 രൂപ സംഭാവന കിട്ടിയിട്ടുള്ളൂ. കുന്നത്തൂർ പഞ്ചായത്തിന് യാതൊരു സഹകരണം കിട്ടിയിട്ടില്ല. പിന്നെ ശാസ്താംകോട്ട AD പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. നമ്മളെ ഇത് വർക്ക് കാണാനായിട്ട് 3 പ്രാവശ്യം വന്നു. ഞങ്ങൾക്ക് അടുത്ത വർഷം നല്ലൊരു പ്രോജക്റ്റ് തയ്യാറാക്കി ഞങ്ങളുടെ ഈ ദുരിതങ്ങൾ കണ്ട് അടുത്ത വർഷം നല്ലൊരു പ്രോജക്റ്റ് തയ്യാറാക്കി തോട് തെളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരാമെന്ന് നമ്മുടെ ബ്ലോക്ക് AD സമ്മതിച്ചിട്ടുണ്ട്. വർഷങ്ങളായി നീരൊഴുക്ക് തടസ്സപ്പെട്ട കുന്നത്തൂർ താലൂക്കിലെ തൊളിക്കലേലായിലെ നീരൊഴുക്ക് തോടാണ് നവീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കിയത്. മുതുവിലാക്കാട് തുരുത്തിക്കര പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഈ ചാനൽ തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഒടിയിലെ ഈ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള ശല്യം പുറംലോകം അറിഞ്ഞത്. അതായത് പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതെല്ലാം ഈ ചാനലിൻ്റെ ഒരു വാർത്ത കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവിടെ ഒരാൾ വെള്ളം കിടന്ന ഈ തോട് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ടും ചുവ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാക്കിയെടുത്ത് ഇത് 10 ദിവസത്തോളമുള്ള പണിയിൽ ഒരു ദിവസം 15,000 രൂപ വീതം കൂലി കൊടുത്ത് ഞങ്ങൾ ചെയ്യിച്ചത്. ഇവിടുത്തെ കർഷകരെല്ലാം 3,000, 5,000 അതേപോലെ മറ്റ് സുഹൃത്തുക്കൾ ഞങ്ങളെ സഹായിച്ചവർ ഇവരെല്ലാവരും കൂടെ കൂടിയാണ് ഇത് തന്നത്. അതേസമയം 2 പഞ്ചായത്തും അടിയന്തര ഫണ്ടായിട്ട് 10,000 രൂപ വീതം തരാമെന്ന് പറഞ്ഞു. അതിൽ ശാസ്താംകോട്ട പഞ്ചായത്ത് 10,000 തരുന്നത്. കുന്നത്തൂർ പഞ്ചായത്ത് ഇപ്പോൾ ഇലക്ഷൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ കഴിയും എന്നിട്ട് തരാനൊക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ അവരെ ഞങ്ങൾ നാളെയും കയറി കാണും. പക്ഷേ ഇപ്പം ഞങ്ങളിത് ഇങ്ങനെ തെളിച്ചു. അടുത്ത ഇത് മുതൽ അതാത് വർഷാവർഷം ഈ വേനൽ മഴയ്ക്ക് മുമ്പായിട്ട് ഈ തോട് തെളിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കർഷകർ അതിൻ്റേതായ രീതിയിലുള്ള ഒരു സമര മാർഗത്തിൽ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഇനി ഞങ്ങൾ തയ്യാറാവും. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേക ഫണ്ടായ 10,000 രൂപയും ബാക്കി തുക കർഷകർ ശേഖരിച്ചും 1,60,000 രൂപ വിനിയോഗിച്ചാണ് തോട് വൃത്തിയാക്കിയത്. കർഷകരായ രവീന്ദ്രൻപിള്ള, ജയകൃഷ്ണൻ, സജീവൻ, രാധാകൃഷ്ണൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഇതേ ചാനലിൽ തന്നെ നമ്മുടെ ഈ തോടിൻ്റെ അവസ്ഥയുടെ കാര്യം പറഞ്ഞിട്ട് വീഡിയോ എടുത്തു. അതിനുശേഷം ഞങ്ങളുടെ കർഷകരെല്ലാം കൂടെ കൂട്ടായി ചേർന്ന് പിരിവിട്ട് കർഷകരും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഗൾഫിലുള്ളവരും എല്ലാവരുടെ സഹായത്തോടു കൂടി ഞങ്ങളിത് ഈ രീതിയിൽ ഭംഗിയായിട്ട് തെളിച്ച് ഇപ്പോൾ വെള്ളത്തിന് യാതൊരു തടസ്സവും കൂടാതെ ഒഴുകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ 4 ദിവസത്തേക്കുള്ള ഒരു പണിയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഏകദേശം 10 ദിവസത്തോളം എടുത്തു നമുക്ക് ഇത്രയും ഭാഗം ക്ലീനാക്കാൻ. നമ്മൾ ഇവിടുന്ന് മേളിലോട്ട് ഒരു 1.5 കിലോമീറ്ററോട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ പഞ്ചായത്തിൻ്റെ ഒരു 10,000 രൂപ ശാസ്താംകോട്ട പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അനുവദിച്ചു. 1,50,000 രൂപയ്ക്കകത്തുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഇത്രയും ആളുകൾ ചേർന്ന് നടപ്പിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.